ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. അപ്പൊ ഈ ആൾ ദൈവങ്ങള് ബേസിക്കലി ഒരു പോയിന്റിലെ സ്പിരിച്വാലിറ്റി, ഇപ്പം ഞാഷ്മ പറഞ്ഞല്ലോ, അതായത് ഈ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ആ ഗുരു ഇതിനേക്കാളും സപ്രസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കും അല്ലെ. അപ്പൊ ഏത് പോയിന്റിലാണ് ഒരാൾക്ക് തോന്നുന്നത് ഞാൻ ദൈവമാണ്? അപ്പൊ ഞാൻ ഈയിടെയാണ് ഒരു കാര്യം കേട്ടു, ഒരാൾ പറഞ്ഞു, കേരളത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ദൈവമാണ്, എനിക്ക് എല്ലാത്തിനും പിന്നിലുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും അറിവ് എല്ലാവർക്കും ഉണ്ടാവും, കാരണം ലോകത്തിന്റെ വിസ്റ്റം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ വിസ്റ്റം എല്ലാ ആൾക്കാരിലേക്കും ഏത് രീതിയിൽ ഇറക്കാം. എപ്പോഴാണ് ഒരാൾക്ക് ഞാൻ ദൈവമാണെന്ന് തോന്നി തുടങ്ങുന്നത്? സത്യത്തില് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആരും സ്വന്തമായിട്ട് ദൈവമെന്ന് പറയുന്നില്ല, മറിച്ച് മറ്റുള്ളവരാണ് ഇയാൾ ദൈവമാണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ ആത്മീയ വഴികളിലൂടെ പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പഠിപ്പിക്കുന്നു. ഇനി അവര് കണ്ടെത്തിയ ആത്മീയ മാർഗം അവര് പബ്ലിക്കിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നു. ഇനി ഇതൊന്നും കൂടാതെ സത്യത്തില് ശരിയായ ആത്മീയവാദയെ അറിയുന്നവരാണ്. അയാൾ അറിയുന്ന ആത്മീയത ഒരിക്കലും നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയപ്പെട്ട താവ് അല്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം നമ്മുടേത് മാത്രമാണ്. അതൊരിക്കലും ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയമായ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ശാന്തത, ആ ഒരു ഈശ്വരീയമായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് എന്റെ മാത്രമാണ്. അതെനിക്ക് പിന്നെ റൂളിനെ തോന്നുന്ന വെച്ചാൽ എനിക്കിങ്ങനെ അനുഭവം ഉണ്ട്, ഞാനിത് ഇപ്പൊ നിങ്ങളെ അത് കാണിച്ചു തരാം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ അത് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു ഗുരുക്കന്മാരും ഞാൻ ഒരു ആൾ ദൈവമാണെന്ന് പറയുന്നില്ല.